ഇനി മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്കടിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 2 മലയാളികളടക്കം 3 പേർക്ക് ദാരുണാന്ത്യം. ഒരു മലയാളി അടക്കം 6 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം സ്വദേശിയായ ബഷീറിന്റെ ഫാമിലാണ് പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. ഫാം ഉടമയടക്കം 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ഇങ്ങനെയൊരു അപകടത്തിലേക്ക് നയിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ജീവൻ നഷ്ടമായവരുടെ വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ് മനീഷ്? ശ്രീജിത്ത്, 2 മലയാളികളാണ് മരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഒരു മലയാളിക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അതായത് 6 പേർക്കാണ് ആകെ പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 2 പേര് ഒരാൾ മലയാളിയാണ്. 2 മലയാളികൾ മരിച്ചിരിക്കുന്നു. പടക്ക നിർമ്മാണ സ്ഥലത്തിൽ ജോലി ചെയ്തിരുന്ന സ്വാമി, അതുപോലെ തന്നെ വർഗീസ് എന്നിവരാണ് മരിച്ച 2 മലയാളികൾ. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ദക്ഷിണ കന്നഡയിലുള്ള ബെൽത്തങ്കടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഇതിന്റെ അപകടത്തിന്റെ വിശദാംശങ്ങൾ, അതായത് എന്താണ് കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് ഇനിയിപ്പോഴും അതിന്റെ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. പോലീസും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. സാധാരണ നിലയിൽ ഈ രാസമിശ്രിതം തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ വൈദ്യുതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകാറ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് എന്തായാലും കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്നിപ്പോൾ വൈകിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത്. 9 പേരാണ് ഈ അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ മരിച്ചു. അതിൽ 2 മലയാളികളുണ്ട്. 6 പേർക്ക് പരിക്കുണ്ട്. അതിൽ ഒരു മലയാളികളുമുണ്ട്. എന്തായാലും മലപ്പുറം സ്വദേശിയായിട്ടുള്ള ബഷീറിന്റെ ഫാമിനകത്താണ് ഈ ഒരു പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. സോളിഡ് ഫയർ വർക്ക്സ് എന്ന പേരിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും പ്രാഥമികമായി പോലീസും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയും എല്ലാം തന്നെ അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഫാം ഉടമയും അതുപോലെ തന്നെ ഫാം ഉടമ ഉൾപ്പെടെ 2 പേരെ എന്തായാലും നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. അവരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. 9 പേരാണ് ഈ അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. മനീഷ്, ഈ പരിക്കേറ്റവരിലും ഒരു മലയാളി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ആശുപത്രിയിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇവരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നോ മനീഷ്? റീജിത്ത്, അതായത് ഈ സ്ഫോടനത്തോടു കൂടി തന്നെ ആ ഒരു ചെറിയ കെട്ടിടം പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. എല്ലാവരും ഈ കെട്ടിടത്തിനകത്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ അതായത് ഗുരുതരം തന്നെയാണ്. ഇവരുടെ ഒക്കെ പരിക്ക് എന്തായാലും ഗുരുതരമായ അവസ്ഥയിൽ തന്നെ ഉള്ളതാണ്. ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ആ രീതിയിൽ തന്നെയാണ്. ഒരു മലയാളി ഉൾപ്പെടെ 6 പേരാണ് നിലവിൽ അവിടെ ഇപ്പോൾ ചികിത്സയിലുള്ളത്. സമീപത്തെ ആശുപത്രിയിലാണ് ഇവരെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങളും പരിക്ക് ഗുരുതരമാണ് എന്ന് തന്നെയാണ്. പൊള്ളലേറ്റിട്ടുള്ളത് ഗുരുതരമായി തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 3 മരണം ഇതുവരെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 പേർക്ക് പരിക്കുണ്ട്. അതിൽ ഒരു മലയാളിയുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. വിജിത്ത്, ശരി. പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 2 മലയാളികളടക്കം 3 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഒരു മലയാളി അടക്കം 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഫാം ഉടമയടക്കം 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.